പാഠത്തിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ വീഡിയോസ് അല്പമെങ്കിലും പ്രയോജനം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018 ഡിസംബറിൽ നടന്ന കേറ്റഡ് കാറ്റഗറി ഫസ്റ്റിന്റെ മാത്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ മാത്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക്, അല്ലെങ്കിൽ വാട്സാപ്പിന്റെ ലിങ്ക്, ജിമെയിലിന്റെ ലിങ്ക്, ഇവയെല്ലാം ഡിസ്ക്രിപ്ഷനിൽ തരും. നിങ്ങൾക്ക് അതിലേതിലൂടെ വേണമെങ്കിലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതുപോലെ ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം. മുപ്പത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ചതുരം എ ബി സി ഡി, എ ബിയുടെ മധ്യബിന്ദുവാണ് ഇ. എ ബിയുടെ മധ്യബിന്ദുവാണ് ഇ. ഓക്കെ, ബി സിയുടെ മധ്യബിന്ദുവാണ് എഫ്. ബി സിയുടെ മധ്യബിന്ദുവാണ് ഓക്കെ ബി സിയുടെ മധ്യബിന്ദുവാണ് എഫ്. ബി സിയുടെ മധ്യബിന്ദുവാണ് എഫ് എന്നാണ് പറഞ്ഞത്. എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരു ചതുരം തന്നു. എ ബിയുടെ മധ്യബിന്ദു ഇ, ബി സിയുടെ മധ്യബിന്ദു എഫ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ചതുരത്തിന്റെ പരപ്പളവ്, ഈ ചതുരത്തിന്റെ ഏരിയ അഥവാ വിസ്തീർണം 40 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. എങ്കിൽ ഡി ഇ എഫ് ഇതിന്റെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണെങ്കിൽ ആദ്യം ചതുരം എന്താണ്, ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്നുള്ള ഇക്വേഷൻ എന്താണ്? നീളം ഗുണം വീതിയാണ്. നീളം ഗുണം വീതിയാണ്. ഓക്കെ, നമുക്കത് എത്രയാണെന്ന് അറിയത്തില്ല. അത് എത്രയാണ്? 40 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇത് ഫാക്ടേഴ്സ് ആക്കി, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 40 കിട്ടണം. അങ്ങനത്തെ ഫാക്ടേഴ്സ് ആക്കി മാറ്റിയാൽ മതി. അങ്ങനത്തെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാലാണെങ്കിൽ ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 40 കിട്ടുന്നത്? 10 ഗുണം 4 40 അല്ലേ കിട്ടുന്നത്. ഓക്കെ, ഒരു സംഖ്യ നിങ്ങൾക്ക് ഇപ്പത്തൂടെ അത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെയ്യണം. 8 ഗുണം 5 8×5 40 കിട്ടുന്നത്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇവയുടെ എ ബിയുടെ മധ്യബിന്ദുവാണ് ഇ എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം ഇത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പം എ ബിയുടെ മധ്യബിന്ദുവാണ് എന്തെന്ന് പറയുന്നത്? ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 10 നീളം 10 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. മധ്യബിന്ദു എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവയുടെ നീളം 10 സെന്റിമീറ്റർ ആകുമ്പോൾ വീതി എത്രയായിരിക്കാം? വീതി 4 സെന്റിമീറ്റർ. ഇവിടെ 4 സെന്റിമീറ്റർ. നോക്കെ, ഇവിടെ ബി സിയുടെ മധ്യബിന്ദു ആണല്ലോ എഫ്. ഇവിടെ 2, ഇവിടെ 2. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ 4 കിട്ടണ്ടേ? ഓക്കെ, മധ്യബിന്ദു ആയതുകൊണ്ടാണ് 2 2 ആയിട്ട് എടുക്കുന്നത്. ഇപ്പുറത്തെ വശം എത്രയായിരിക്കും? 10 ആണ്. ഓക്കെ, ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആണ്. പക്ഷേ ആണെങ്കിൽ ഹാഫ് ബി എച്ച് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ, എല്ലാം കൂടെ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മളാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തിന്റെ വിസ്തീർണം ടോട്ടലിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഭാഗത്തിന്റെ വിസ്തീർണം നമുക്ക് നോക്കാം. ഈ ഭാഗത്തിന്റെ ഹൈറ്റ് എത്രയാണ്? നോക്ക്, ഇതൊരു ത്രികോണമായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് സെപ്പറേറ്റ് വരയ്ക്കുകയാണ്. ഇതൊരു ത്രികോണമായിട്ടല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അതിന്റെ ബേസ് 5 ഹൈറ്റ് 4 ആണ്. നോക്ക്, ഈ ഒരു ഭാഗത്തിന്റെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ആ ത്രികോണത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് ആണ് അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. ഓക്കെ, ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? 5. എച്ച് എത്രയാണ്? 4 ആണ്. ഹൈറ്റ് 4 ആണ്. ഓക്കെ, ഈ 2ഉം ഈ 4ഉം വെട്ടിക്കളയാം. എത്രയാണ്? 2. ഓക്കെ, 5 ഗുണം 2 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ, എത്രയാണ് കിട്ടുന്നത്? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടെ കിട്ടുന്നത്. ഏതിന്റെ? ഈ ഭാഗത്തിന്റെ ഏരിയ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ മുകൾ വശത്തേക്ക് കൂടെ നോക്കാം. മുകൾ വശത്തെ കണ്ടുപിടിക്കാൻ എത്രയാണ്? ഹാഫ് ബി എച്ച്. ഓക്കെ, ബേസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആയിട്ടും എച്ച് എത്രയാണ്? 2 സെന്റിമീറ്റർ. നോക്ക്, 2 സെന്റിമീറ്റർ അല്ലേ? ഇതല്ലേ ഒരു ട്രയാങ്കിൾ. അത് ഇങ്ങോട്ടേക്ക് സെപ്പറേറ്റീവ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ബേസ് എത്രയാണ്? 10 സെന്റിമീറ്റർ, ഹൈറ്റ് 2 സെന്റിമീറ്റർ. അതിന്റെ കണ്ടുപിടിക്കുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ, ബി എത്രയാണ്? 10 ആണ്. 10 ഗുണം 2. ഈ 2ഉം ഈ 10ഉം വെട്ടിക്കളയാം. 2ഉം 2ഉം വെട്ടിക്കളയാം. ബാക്കി എത്രയാണ്? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടുത്തേം കിട്ടി 10 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിൾ അല്ലേ? ഈ ഒരു ട്രയാങ്കിളിന്റെ കൂടെ നോക്കാം. ഓക്കെ, ആ ട്രയാങ്കിൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണെങ്കിൽ എത്രയാണ്? 5ഉം 2ഉം ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു
ബേസ് എത്രയാണ്? ബേസ് 5, ഹൈറ്റ് എത്രയാണ്? 2. ഇത് വെട്ടിക്കളയുമ്പോൾ എത്രയാണ്? അത് വെട്ടിക്കളയുമ്പോൾ കിട്ടുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നോക്ക്, 5 സെന്റിമീറ്റർ. ഇത് എത്രയാണ്? 5 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് മൊത്തത്തിൽ എത്രയാണുള്ളത്? മൊത്തത്തിൽ 40 ആണ്. അതിൽ നിന്ന് ഈ ബാക്കിയുള്ള ചുറ്റുമുള്ള വശങ്ങൾ അങ്ങ് കുറച്ചാൽ പോരെ? അത് കുറച്ചാൽ മതി. ഓക്കെ, ചുറ്റുമുള്ള മൊത്തത്തിൽ എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. 40-ൽ നിന്ന് എത്ര കുറയ്ക്കണം? ഇവിടുത്തെ 10 സെന്റിമീറ്റർ കുറയ്ക്കണം, ഇവിടുത്തെ 10 സെന്റിമീറ്റർ കുറയ്ക്കണം, പിന്നെ ഇവിടുത്തെ 5 സെന്റിമീറ്റർ കുറയ്ക്കണം. ഇത് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 40 മൈനസ് 25. 40-ൽ നിന്ന് 25 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ വശത്തിന്റെ ഏരിയ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ അന്നേരം ചോദിക്കും, ഞാനിത് വ്യത്യസ്തപ്പെട്ട് 8ഉം 5ഉം ആണ് ചെയ്യുന്നതെങ്കിലോ? 8ഉം 5ഉം ചെയ്യുവാണെങ്കിലും അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ മധ്യബിന്ദുക്കൾ, ഇതിന്റെ മധ്യബിന്ദു എന്ന് പറയുമ്പോൾ 8 സെന്റിമീറ്റർ ആണ്. ബേസ് 8 സെന്റിമീറ്റർ ആകുമ്പോൾ 4, 4 എന്ന് എടുത്തു. ഓക്കെ, ഇത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അത് 5 സെന്റിമീറ്റർ ആണ്. മുകളിലത്തെ എത്രയാണ്? 8. ഇത് നോക്ക്, 5 ഇത് എത്രയാണ്? 2.5. ഓക്കെ, ഇതിന്റെ മധ്യബിന്ദുവാണ്. ഈ വശത്തിന്റെ നീളം 5 ആയതുകൊണ്ട് ഇവിടെയും 5 തന്നെയാണ് വരുന്നത്. പക്ഷെ അതിന്റെ മധ്യബിന്ദു ആയതുകൊണ്ടാണ് 2.5 എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഹാഫ്, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഹാഫ് BH, ഹാഫ് ഇൻറ്റു 4 ഗുണം 5. ഈ 4ഉം 2ഉം വെട്ടിക്കളയാം. എത്രയാണ്? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ 10 സെന്റിമീറ്റർ കിട്ടി. ഇപ്പുറത്ത് ചെയ്യുമ്പോഴോ? ഹാഫ് ഇൻറ്റു 8 ഗുണം 2.5. ഇത് വെട്ടുമ്പോൾ എത്രയാണ്? 4 കിട്ടി. 4 ഗുണം 2.5 എത്രയാണ്? അവിടുത്തെ 10 സെന്റിമീറ്റർ, ഇവിടുത്തെയും 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേനോ 2 ഗുണം ഹാഫ് ഇൻറ്റു 2.5 ഗുണം 4. 2.5 ഗുണം 4. ഈ 4ഉം 2ഉം വെട്ടിക്കളയാം. എത്രയാണ് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. ഓക്കെ, 2.5 ഗുണം 2 എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. നോക്ക്, ഇവിടുത്തെ 5 സെന്റിമീറ്റർ ആണ്. നോക്ക്, അങ്ങനെ കൂട്ടുമ്പോൾ 10, 10, 20, 25, 25. ബാക്കി എത്രയാണ്? 15 സെന്റിമീറ്റർ. നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും കിട്ടുന്നത് എത്രയാണ്? നിങ്ങൾ ഏത് വാല്യൂസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും കിട്ടുന്നത് എത്രയാണ്? നടുക്കത്തെ ഭാഗത്തിന്റെ റിമൈനിങ് പാർട്ടിന്റെ എത്രയാണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമചതുരത്തിന്റെ പരപ്പളവ്. സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 144 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നേക്കുന്നത്. എങ്കിൽ ആ സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ, ആ സമചതുരത്തിന്റെ, ഇതൊരു സമചതുരമാണ്, അവയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ്. ഇതാണ് ഈ ഭാഗത്തിന്റെയാണ് പരപ്പളവ് ചോദിച്ചേക്കുന്നത്. ഇത് യോജിപ്പിച്ച് വരച്ച് കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ്. ഇത് യോജിപ്പിച്ചാൽ കിട്ടുന്നത് എന്താണ്? അതും ഒരു സമചതുരം തന്നെയാണ് നമുക്ക് യോജിപ്പിച്ചാൽ കിട്ടുന്നത്. അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണം എന്നാണ്, അഥവാ ഏരിയ എന്നാണ്. അത് എത്രയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ചോദിച്ചേക്കുന്നത് നമുക്ക് അറിയാം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A² ആണ്. A² ആണ് സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് 144 ആണ് അതെന്ന് പറഞ്ഞു. അന്നേരം A എന്ന് പറഞ്ഞാൽ എത്രയാണ്? √144. √144 എന്ന് പറയുമ്പോൾ എത്രയാണ്? √144 എന്ന് പറഞ്ഞാൽ 12 ആണ്. അതായത് ഒരു വശം 12 ആണ്. ഓക്കെ, അതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ എത്രയാണ്? ഒരു വശത്തിൽ നോക്ക്, ഇവിടെ 6 ആയിരിക്കും, ഇവിടെയും 6 ആയിരിക്കും, അതുപോലെ തന്നെ ഇവിടെയും 6 ആയിരിക്കും, ഇവിടെ 6 ആയിരിക്കും. അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് ഓക്കെ, ഇതൊരു ത്രികോണം പോലെയല്ലേ? പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പൈതഗോറസ് വെച്ച് ചെയ്തിട്ട് √6² + 6² അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സമചതുരത്തിന്റെ പരപ്പളവിന്റെ മധ്യബിന്ദുക്കളാണ് ചോദിച്ചത്. ഒരു സമചതുരത്തിന്റെ മധ്യബിന്ദുക്കളാണ് ചോദിച്ചത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? സമചതുരം ആയിരിക്കണം. അവയുടെ മധ്യബിന്ദുക്കളുടെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രൂപത്തിന്റെ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇതിന്റെ നേരെ പകുതി അങ്ങ് എടുത്താൽ മതി. 72 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എന്തായിരിക്കണം ക്വസ്റ്റ്യൻ? എങ്ങനെയായിരിക്കണം? ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന മറ്റൊരു രൂപം എന്നാണെങ്കിൽ ക്വസ്റ്റ്യന്റെ നേരെ പകുതി എടുത്താൽ മതി. അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട. ഇപ്പൊ സമചതുരമല്ല, ചതുരമായിരുന്നെങ്കിൽ നമ്മളുടെ 31ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിൽ തന്നെ ചെയ്യാം. അതായത് ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക. ഇതൊരു ത്രികോണമായിട്ട് എടുത്തിട്ട് ഇത് ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക, ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക, ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക, ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക. ഈ 4 വശത്തെ ഈ ഏരിയ മറ്റേതിൽ നിന്ന്, ഈ വലിയ സമചതുരത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ വശത്തിന്റെ ഏരിയ. അങ്ങനെയും ചെയ്യാം. അതിനേക്കാളും സിമ്പിൾ മെത്തേഡ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമചതുരമായിരിക്കണം, അവയുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേർ പകുതി എടുത്താൽ മതി. ഓക്കെ,
33ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 1/3 പകുതി 4 ആയാൽ ആ സംഖ്യയുടെ 1/4 ഇരട്ടി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് സംഖ്യ ഏതാന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഒരു സംഖ്യയുടെ 1/3 എന്ന് പറയുന്നത് എക്സിന്റെ 1/3, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 എത്രയാന്ന് പറഞ്ഞാൽ 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ എക്സ് എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് ഡിവിഷൻ ചെയ്തേക്കാണ്. ഡിവിഷൻ ചെയ്ത് സമത്തിനപ്പുറം പോകുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയി പോകും. എക്സ് ഇൻറ്റു 1/3 ഈസിക്കൽ ടു 4 ഇൻറ്റു 2. ഓക്കെ, ഈ 1/3 ഡിവിഷൻ അല്ലേ, 3 എന്ന് പറയുന്ന ഡിവിഷൻ, അതായത് സമത്തിനപ്പുറം പോകുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അതായത് എക്സ് ഈസിക്കൽ ടു 4 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നാണ് ചെയ്യുക. 4 ഇൻറ്റു 2 എത്രയാണ്? 8. 8 ഗുണം 3 എത്രയാണ്? 24 സംഖ്യ നമുക്ക് കിട്ടി, 24 കിട്ടി. ഓക്കെ, ആ സംഖ്യയുടെ 1/4 ഇരട്ടി എത്രയാണെന്ന് ചോദിച്ചത്. ആ സംഖ്യയുടെ 1/4 ഇരട്ടി 24 എന്ന് പറയുന്ന സംഖ്യയുടെ 1/4. 24ന്റെ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 അതിന്റെ ഇരട്ടി 6ന്റെ ഇരട്ടി എത്രയാണ്? 6 ഗുണം 2. 6 ഗുണം 2 എത്രയാണ്? 12 നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ാമത്തെ ക്വസ്റ്റ്യൻ, ജോസഫ് വർക്ക് ചെയ്ത കാര്യമാണ് അത്. ജോസഫ് എന്നോട്ട് മൺഡേ തൊട്ട് ഒരാഴ്ച വർക്ക് ചെയ്ത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള 5 ദിവസമാണ് ജോസഫ് വർക്ക് ചെയ്തത്. ജോസഫ് വർക്ക് ചെയ്തത് മൊത്തത്തിൽ എത്രയാണ്? 18 മണിക്കൂറാണ് ജോസഫ് വർക്ക് ചെയ്തത്. എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തത്? 18 മണിക്കൂർ. ഓക്കെ, അദ്ദേഹം തിങ്കളാഴ്ച വർക്ക് ചെയ്തത് 4 4 1/3, അതെ 4 3-1. ചൊവ്വാഴ്ച വർക്ക് ചെയ്ത് 5 2/3 5 2/3, അതായത് 5 3-2. ബുധനാഴ്ച വർക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, വ്യാഴാഴ്ചത്തെ 3 3/4 ആണ് വർക്ക് ചെയ്തത്. വെള്ളിയാഴ്ചത്തെ 1 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ചെയ്തത്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിശ്ര ഭിന്നവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങളാണെങ്കിൽ ആ ലിങ്ക് കയറി അതൊന്ന് കാണാം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ മൊത്തത്തിൽ എത്രയാണ്? 18 മണിക്കൂറാണ് അദ്ദേഹം ജോലി ചെയ്തത്. എത്ര മണിക്കൂറാണ് ജോലി ചെയ്തത്? 18 മണിക്കൂറാണ് ജോലി ചെയ്തത്. അതിൽ നിന്ന് ഈ ഓരോ ദിവസം ചെയ്തത് കുറച്ചെടുത്താൽ മതി. ഓക്കെ, ഈ മിശ്ര ഭിന്നത്തെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 4 1/3 പ്ലസ് 5 2/3 പ്ലസ് 3 3/4 പ്ലസ് 1. ഓക്കെ, ഇത്രയും മണിക്കൂറാണ് അദ്ദേഹം ഓരോ ദിവസം വർക്ക് ചെയ്തത്. ഇത് 18 മണിക്കൂർ ടോട്ടലാണ്. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച വർക്ക് ചെയ്തത് കുറയ്ക്കാം. ഓക്കെ, ഈ മിശ്ര ഭിന്നത്തിനകത്ത് ഈ സംഖ്യകളുണ്ടല്ലോ, ഈ വെളിയിൽ കിടക്കുന്നത് ഈ സംഖ്യകൾ നമുക്ക് ആദ്യമേ വെളിയിലെടുത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 4 5 3 1 നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ അത് വെളിയിലെടുക്കുമ്പോൾ 18 മൈനസ് ചെയ്യേണ്ടത് 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 9. 9 3 കൂട്ടുമ്പോൾ 4 5 കൂട്ടുമ്പോൾ 9. 9 3 കൂട്ടുമ്പോൾ എത്രയാണ്? 12. 12 1 കൂട്ടുമ്പോൾ എത്രയാണ്? 13. ഓക്കെ, ഈ 13 ആദ്യമേ അങ്ങ് കുറയ്ക്കാം. അപ്പം കിട്ടുന്നത് എത്രയാണ്? 5 നമുക്ക് ആൻസർ. ഈ 5ൽ നിന്ന് ബാക്കിയുള്ള സംഖ്യകൾ കുറച്ചാൽ മതി. 5 1/3 2/3 ഇത് വെളിയിലെടുത്തത് കൊണ്ടാണ് പിന്നെ അവിടെ ആഡ് ചെയ്തത് 3/4. നോക്ക്, അന്നേരം 1ന്റെ അപ്പുറം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്ക്, ഒരേ ബേസ് ആണെങ്കിൽ ബേസ് ഛേദം തുല്യമാണെങ്കിൽ നമുക്കാണെങ്കിൽ എന്താ ഛേദം അതുപോലെ എഴുതിയിട്ട് അംശം ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 3/3 പ്ലസ് 3/4. ഓക്കെ, ഒരേ ബേസ് ആയതുകൊണ്ടാണ് 3/3 വന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? 5 മൈനസ് 3/3. ഓക്കെ, 3/3 എത്രയാണ്? 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഓക്കെ, ഇത് ഇങ്ങോട്ട് എഴുതുകയാണ്. 5 മൈനസ് 1 പ്ലസ് 3/4 ആണ് കിട്ടുന്നത്. ഈ 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 4. ഈ 1 വെളിയിലേക്ക് പൂർണ്ണസംഖ്യയാണ്ട് വെളിയിലേക്ക് എടുത്ത് 4 മൈനസ് 3/4. 4 മണിക്കൂറിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറിൽ നിന്ന് 3/4 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 3 1/4 ആണ് ആൻസർ ആയിട്ട്. ുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ഓക്കെ, നമുക്ക് എന്തെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് 0.00125 ആണ്. ഓക്കെ, 0.00125 ആണ്. അത് എത്രയിലേക്കാണ് മാറേണ്ടത്? 1000 മാറണം. എത്രയായിട്ട് മാറണം? 1000 മാറണം. ഇവിടെ 8 ആയതുകൊണ്ട് നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് വെച്ച് ഗുണിച്ചാലാവും എന്ന് നോക്കണ്ട. ഓക്കെ, ഇവിടെ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്? 2 5. ഇവിടെ 2 ഡെസിമൽ പോയിന്റ്, ഇവിടെ 3. മൊത്തത്തിൽ 5 ഡെസിമൽ പോയിന്റ് ആണുള്ളത്. 5 ഡെസിമലാണ് മാറ്റേണ്ടത്. ഓക്കെ, 1 ഡെസിമൽ പോയിന്റ് മാറ്റാനായിട്ട് 1 ഡെസിമൽ ദശാംശം കഴിഞ്ഞിട്ട് 1 സ്ഥാനം മാറ്റാനായിട്ട് 0
വലതുവശത്ത് 0 ഉള്ള ഒരു സംഖ്യ വെച്ചിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനം മാറുമെന്ന് നമുക്കറിയാം. ഓക്കെ, 2 ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യയാണ് മാറ്റുന്നതെങ്കിൽ വലതുവശത്ത് 2 0 ഉള്ള സംഖ്യ വെച്ചിട്ടാണ് ഗുണിക്കേണ്ടത്. 3 ഡെസിമൽ പോയിന്റ് സംഖ്യ മാറ്റുന്നുണ്ടെങ്കിൽ വലതുവശത്ത് 3 0 ഉള്ള സംഖ്യ വെച്ചിട്ടാണ് ഗുണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എത്രയാണ്? 5 ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഓക്കെ, 5 ഡെസിമൽ പോയിന്റ് വലതുവശത്ത് 5 0 ഉള്ള സംഖ്യ വെച്ചിട്ടാണ് ഗുണിക്കുന്നത്. ഇവിടെ വലതുവശത്ത് 5 0 ഉള്ള സംഖ്യ ഏതുണ്ട്? 0 0 ഇത്. ഓപ്ഷൻ സി ആയിരിക്കും അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, വലതുവശത്ത് 5 0 ഉള്ള ഒരു സംഖ്യ വെച്ചിട്ട് ഗുണിക്കണം. വലതുവശത്ത് 5 0 ഉള്ള ഒരു സംഖ്യ വെച്ച് ഗുണിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും? 125 എന്നുള്ള ആൻസർ വരും. ഡെസിമൽ പോയിന്റ് നമുക്ക് മാറിയിട്ട് കിട്ടും. പിന്നെ എന്താണ്? അതേ ഗുണം ഇപ്പുറത്ത് എന്താണ്? വലത് അതിന്റെ എന്താണ്? ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യ എത്രയാണ്? 125 ഗുണം 8 ചെയ്യുമ്പോഴത്തേന് എത്ര ആൻസർ കിട്ടും? 1000 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഡെസിമൽ പോയിന്റ് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? എത്ര ഡെസിമൽ സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം 0 ഉള്ള സംഖ്യകൾ, വലതുവശത്ത് അത്രയും 0 ഉള്ള സംഖ്യകൾ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ x-y പ്ലസ് ഇസഡിന് തുല്യമായത് ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കാം. x-y മൈനസ് ഇസഡ് അതെങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? x-y ബ്രാക്കറ്റിന് വെളിയിലാണ് മൈനസ് കിടക്കുന്നത്, അത് ഉള്ളിലേക്ക് പോകുമ്പോൾ എത്രയായിരിക്കും? മൈനസ് ഇസഡ്. ഇതുമായിട്ട് സാമ്യം ഉണ്ടോ? ഇല്ല. ഇത്രയും സാമ്യമുണ്ട്, പക്ഷെ ഇവിടെ എന്താണ്? മൈനസ് വന്നതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. x-y മൈനസ് മൈനസ് ഇസഡ് ആണ്. ഓക്കെ, ഒരു മൈനസിനെ അകത്തേക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് പ്ലസ് ആയി വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിരിക്കും. അത് എങ്ങനെ എഴുതും? x-y പ്ലസ് ഇസഡ് ആവും. അപ്പോൾ ഇത് നോക്കി, ഇതും ശരിയല്ലേ? x-y പ്ലസ് ഇസഡ് കറക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇതാണ്. ബാക്കിയുള്ള ഓപ്ഷനോട് ഒന്ന് നോക്കാം. എക്സ് മൈനസ് വെളിയിലൊരു y ഉണ്ട്, അകത്ത് മൈനസ് y മൈനസ് ഇസഡ് എന്നാണ്. ഓക്കെ, മൈനസും മൈനസും കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും? മൈനസും മൈനസും കൂടെ ചെയ്യുമ്പോൾ എത്രയായിരിക്കും? പ്ലസ് ആയിരിക്കും. എക്സ് പ്ലസ് വൈ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൂടെ ചെയ്യുമ്പോൾ എത്രയായിരിക്കും? ഇസഡ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത് ശരിയാണോ? അല്ല. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. എക്സ് പ്ലസ് ഇസഡ് മൈനസ് ഓഫ് മൈനസ് വൈ, മൈനസും അകത്തേക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? പ്ലസ് ആവും. പ്ലസ് ആകുമ്പോഴത്തേന് എത്രയായിരിക്കും? എക്സ് പ്ലസ് ഇസഡ് പ്ലസ് വൈ. ഓക്കെ, അതും കറക്റ്റ് അല്ല. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? എക്സ് മൈനസ് വൈ മൈനസ് ഓഫ് ഇസഡ് ആയിരിക്കും, മൈനസ് ഇസഡ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യയാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അതിനു മുമ്പ് 36ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 9 4 36ന്റെ ഫാക്ടേഴ്സ്. 9 ഗുണം 4 36, പിന്നെ 6 ഗുണം 6 36, 12 3 36. അതൊന്നും വേണ്ട. നമുക്ക് 9ന്റെയും 4ന്റെയും ഫാക്ടേഴ്സ് ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. 9ന്റെയും 4ന്റെയും ഫാക്ടേഴ്സ് ആണോ എന്ന് നോക്കിയാൽ മതി. 9ന്റെയും 4ന്റെയും ഫാക്ടേഴ്സ് ആണോ എന്ന് നോക്കിയത്. അപ്പം അതിനേക്കാളും ഏറ്റവും എളുപ്പം 36 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ അതിനെ എന്തുമായാലും 9 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യയായിരിക്കും. 9 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യയായിരിക്കും. ഓക്കെ, 9 വെച്ച് എങ്ങനെ സംഖ്യ ചെയ്യാമെന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചു. എങ്ങനെ? അവയുടെ ഡിജിറ്റുകൾ, അവയുടെ ഓരോ ഡിജിറ്റുകളുടെയും തുക 9 ആയിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. 9 1 9 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 6. ഓക്കെ, 9 1 10, 10 1 11, 11 1 12, 12 6 18. ഓക്കെ, ഇത് 9ന്റെ ഫാക്ടേഴ്സ് അല്ലേ? ഓക്കെ, 18 എന്ന് പറയുന്നത് 9 വെച്ച് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 4 പ്ലസ് 4 പ്ലസ് 4, 3 4 ആകുമ്പോൾ എത്രയാണ്? 12 ആണ്. 12 പ്ലസ് 4 എത്രയാണ്? 12 പ്ലസ് 4 16 ആണ്. പ്ലസ് 2 എത്രയാണ്? 18 ആണ്. അന്നേരം രണ്ടാമത്തെ ഓപ്ഷനും 9 വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. 9 പ്ലസ് 6, 9 പ്ലസ് 6 എത്രയാണ്? 15 ആണ്. 15 പ്ലസ് 7, 15 പ്ലസ് 7 എത്രയാണ്? 22 ആണ്. 22 പ്ലസ് 4 എത്രയാണ്? 26 ആണ്. 26 പ്ലസ് 8 34 ആണ്. 34 പ്ലസ് 4 38 ആണ്. ഇതാണെങ്കിൽ എന്താണ്? 9 വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരും. ആൻസർ ഇതായിരിക്കും വരും. നമുക്ക് ഇതുകൂടെ ഒന്ന് നോക്കാം. 9 പ്ലസ് 3 പ്ലസ് 1, 9 പ്ലസ് 3 പ്ലസ് 1 എത്രയാണ്? 9 3 12, 12 1 13, 13 പ്ലസ് 3 എത്രയാണ്? 16 ആണ്. 16 പ്ലസ് 2 എത്രയാണ്? 18 ആണ്. അപ്പോൾ 16 പ്ലസ് 2 18. ഇതും 9 വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 9 വെച്ച് ചെയ്യാൻ പറ്റാത്ത ഇതാണ്. അപ്പോൾ ആൻസർ എത്ര ആയിരിക്കും? 967
484 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? തുടർച്ചയായ രണ്ട് സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവയുടെ വ്യത്യാസം എത്രയായിരിക്കും? ഒന്നായിരിക്കും. അതായത് ഇപ്പം പറഞ്ഞ തുടർച്ചയായ രണ്ട് സംഖ്യ 44ഉം 45ഉം തുടർച്ചയായ രണ്ട് സംഖ്യകളാണ്, അല്ലെങ്കിൽ 43ഉം 46. ഇവയുടെ വ്യത്യാസം എത്രയായിരിക്കും? വ്യത്യാസം ഒന്നായിരിക്കും. എപ്പോഴും എത്രയായിരിക്കും വ്യത്യാസം? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് തുടർച്ചയായ രണ്ട് സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് പറഞ്ഞത്. വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവയുടെ സ്ക്വയറിന്റെ വ്യത്യാസം, വർഗ്ഗങ്ങളുടെ വ്യത്യാസം. അതിന് നമുക്കറിയാം a² - b² എത്രയാണെന്ന് പറഞ്ഞത്? 99 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് അവയിൽ ചെറുത് അല്ലെങ്കിൽ അവയിൽ വലുത് ഇങ്ങനെ ചോദിക്കാം. അവയിൽ ചെറുതും ചോദിക്കാം, വലുതും ചോദിക്കാം. എങ്ങനെ ചെയ്യാൻ നോക്കാം? നമുക്കറിയാം a² - b² നമുക്കറിയാം a+b × a - b ആണെന്ന് അറിയാം. ഓക്കെ, ഇനിയാണെങ്കിൽ നമുക്ക് a+b എത്രയാണെന്ന് അറിയത്തില്ല, a - b എത്രയാണെന്ന് അറിയാം. a+b അറിയില്ല, a - b വ്യത്യാസം എത്രയായിരിക്കും? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും വ്യത്യാസം? അതായത് 44ഉം 45ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? ഒന്നായിരിക്കും. നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയത്തില്ല, തുടർച്ചയായിട്ടുള്ള അടുത്തടുത്തുള്ള സംഖ്യ ആയതുകൊണ്ടാണ് ഒന്നെടുത്ത്. നമുക്ക് ഇത് എത്രയാണെന്ന് അറിയാം? 99. a² - b² ആണ് a+b × a - b. അത് 99 ആണെന്നറിയാം. ഓക്കെ, ഇനി ഇവയുടെ തുക കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തു. തുക ആടുന്നെങ്കിൽ എത്രയായിരിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്ന തുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും അതിന്റെ തുകയായിട്ട് വരുന്നത്. a+b ആയിരിക്കും അതിന്റെ തുക. ക്വസ്റ്റ്യൻ ഏത് ചോദിച്ചോ അത് തന്നെയായിരിക്കും അതിന്റെ തുകയായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കൊന്നും ചെയ്തു നോക്കാം. a+b × 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ a+b എത്രയാണ്? 99/1 = 99 തന്നെയാണ് a+b. ഓക്കെ, തുക കിട്ടി 99. a+b എത്ര കിട്ടി? 99. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. a - b നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ഇത്രയായിരിക്കും. തുടർച്ചയായതുകൊണ്ട് വ്യത്യാസം ഒന്നായിരിക്കും. ഓക്കെ, ഇത് രണ്ടും കിട്ടി. ഇനി അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇനി വലിയ സംഖ്യ അല്ലെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 ആഡ് ചെയ്യാം. അപ്പം 2a കിട്ടും. a+a എത്രയാണ്? 2a ആണ്. b + b - b യുടെ ചെയ്യുമ്പോൾ എത്രയാണ്? 0 ആണ്. ഓക്കെ, +0 = ഇത് ആഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 100 ആണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താ ചെയ്യേണ്ടത്? a എത്രയാണ്? a = 100/2 എത്രയാണ്? 50 ആണ് കിട്ടി. a എന്ന് പറയുന്നത് എത്രയാണ്? വലിയ സംഖ്യയാണ്. ചെറിയ സംഖ്യ എന്ന് കണ്ടുപിടിക്കുന്നത് അതിൽ നിന്ന് അങ്ങ് 1 കുറച്ചാൽ പോരെ. a = 50 ആണെങ്കിൽ b എത്രയായിരിക്കും? ഒരു സംഖ്യ അങ്ങ് കുറച്ചാൽ 49 ആയിരിക്കും ആൻസർ. ചെറിയ സംഖ്യ എത്രയായിരിക്കും? 49. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? അശോകൻ പാല് വാങ്ങിയ കാര്യമാണ് പറയുന്നത്. അശോകൻ എന്താണ് പാല് വാങ്ങിയത്? എന്ന് മുതലാണ് പാല് വാങ്ങിയത്? 2017 ഫെബ്രുവരി 27 മുതൽ 2017 അടുത്ത മാസം മാർച്ച് 11 തീയതി വരെ എത്ര ലിറ്റർ? 1.5 ലിറ്റർ പാല് വീതമാണ് വാങ്ങിയത്. ഓക്കെ, ഓരോ ദിവസവും 1.5 ലിറ്റർ പാല് വീതമാണ് വാങ്ങിയത്. 1 ലിറ്റർ പാലിന് എത്ര രൂപയാണ് ഈടാക്കുന്നത്? 38 രൂപയാണ് ഈടാക്കുന്നത്. 1 ലിറ്റർ പാലിന് എത്ര രൂപയാണ്? 38 രൂപയാണ് ഈടാക്കുന്നത്. എങ്കിൽ അശോകൻ പാലിന്റെ വിലയായി എത്ര രൂപ നൽകി എന്നാണ് ചോദിച്ചത്. അശോകൻ പാലിന്റെ വിലയായി എത്ര രൂപ നൽകി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതെങ്ങനെയാണ്? 1 ലിറ്റർ പാലിന് എത്ര രൂപയാണ്? 38 രൂപയാണ്. അശോകൻ എത്ര ലിറ്റർ പാല് വീതം വേണ്ടി? 1.5 ലിറ്റർ. 1 ലിറ്റർ പ്ലസ് എത്രയാണ്? 1/2 ലിറ്റർ ആണ് ഒരു ദിവസം വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആണെങ്കിൽ 1/2 ലിറ്റർ പാലിന്റെ വില എത്രയാണ്? 1/2 ലിറ്റർ പാലിന് എന്ന് പറഞ്ഞാൽ 38ന്റെ പകുതി. 38ന്റെ പകുതി എത്രയാണ്? 19. 38 + 19 രൂപയാണ് അദ്ദേഹം ഒരു ദിവസം പാലിന് വേണ്ടി ചെലവാക്കുന്ന തുകയായിട്ട്. അപ്പോൾ എത്ര രൂപയാണ് ഒരു ദിവസം അദ്ദേഹം പാലിന് വേണ്ടി ചെലവാക്കുന്ന രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 57 രൂപയാണ് പാലിന് വേണ്ടി അദ്ദേഹം ഒരു ദിവസം ചെലവാക്കുന്നത്. അശോകൻ ചെലവാക്കുന്നത് എത്രയാണ്? 57 രൂപയാണ്. ഓക്കെ, അദ്ദേഹം എത്ര രൂപ ഇനി എത്ര ദിവസം അദ്ദേഹം പാല് മേടിച്ചെന്ന് നോക്കണം. ഇനി എത്ര ദിവസം പാല് മേടിച്ചെന്ന് ചോദിച്ചാൽ ഇത്രയാണ് ഫെബ്രുവരി 27. 2017 ലീപ് ഇയർ ആണോ അല്ലയോ നോക്കാം. ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ അതിവർഷമാണോ അല്ലയോ? ഓക്കെ, 2017 ലീപ് ഇയർ ആവണോ എന്ന് എങ്ങനെ നോക്കും? നമ്മൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന റൂളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 2 ഡിജിറ്റ് നോക്കിയാൽ മതി. അവസാനത്തെ 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയത്. അവസാനത്തെ 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഓക്കെ, 4 വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം വരും. അതുകൊണ്ട് ഇത് ലീപ് ഇയർ അല്ല. ഓക്കെ, അന്നേരം ലീപ് ഇയർ അല്ലെങ്കിൽ അതിവർഷം അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് എത്ര ദിവസമുണ്ട്? 28 ദിവസമാണ് ഉള്ളത്. ഓക്കെ, എന്നോട്ടാ പാല് മേടിക്കാൻ തുടങ്ങിയത്? 27-ാം തീയതി തൊട്ടാണ് മേടിച്ചത്. അന്നേരം ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? 2 ദിവസമാണ് ഉള്ളത്. ഓക്കെ, ഇനി എന്ന് വരെ മേടിച്ച്
മാർച്ച് 11 വരെ മേടിച്ച്. അപ്പോൾ എത്ര ദിവസം കൂടെ മേടിച്ച്? 11 ദിവസം കൂടെ മേടിച്ച്. ഓക്കെ, ഫെബ്രുവരി 2 ദിവസം 27 28. മാർച്ചിൽ എത്ര ദിവസം മേടിച്ച്? 11 ദിവസം കൂടെ മേടിച്ചു. മൊത്തത്തിൽ എത്ര ദിവസം അശോകൻ പാല് മേടിച്ച്? 13 ദിവസം പാല് മേടിച്ചു. എത്ര ദിവസം മേടിച്ച്? 13 ദിവസം പാല് മേടിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ദിവസം എത്ര രൂപയാണ് ചിലവാക്കേണ്ടത്? 57 രൂപയാണ്. അപ്പോൾ 57 ഗുണം 13. 57 ഗുണം 13. 7 3 21, ശിഷ്ടം 2, I3 15. 15ഉം 2ഉം എത്രയാണ്? 15ഉം 2ഉം 17. ഒരു 7 7, ഒരു 5 5. ഓക്കെ, 1 7 7 14, ശിഷ്ടം 1, 5 1 6 1 7. 741 രൂപയാണ് അശോകൻ എന്താണ് പാലിന്റെ വിലയായിട്ട് നൽകേണ്ടത്. 5ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 7507 7507.27 7ന്റെ സ്ഥാനവിലയാണ് ചോദിച്ചത്. സ്ഥാനവിലയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? 7 എവിടെയെല്ലാം ഉണ്ടോ അത് താത്ത് എഴുതുക എന്നാണ്. 7 എവിടെയെല്ലാം ഉണ്ടോ അത് താഴ്ത്ത് എഴുതുക. 7 ബാക്കിയുള്ള സ്ഥാനത്ത് എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 7 5 താത്ത് എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് 0 ഇട്ട് കൊടുത്ത് 0. താണ്ട് ഇവിടെ 7 ഉണ്ട്, 7 താത്ത് എഴുതി. പോയിന്റ് ഇവിടെ 2 ആയതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. 7ന്റെ സ്ഥാനവില ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? 7 ഉള്ള സ്ഥാനമെല്ലാം താത്ത് എഴുതുക, ബാക്കിയുള്ള സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 7007.07 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 2 ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിലോ 2 താഴ്ത്തി എഴുതുക, ബാക്കി എല്ലാ സ്ഥാനത്തും 0 ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ആ സ്ഥാനവിലയുമായി ബന്ധപ്പെട്ട ആ പ്രോബ്ലംസ് കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാവും. യൂട്യൂബിൽ വന്ന കമന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: x + 1/x = 5 ആയ x + 1/x = 5 ആയ x² + 1/x² എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, അതിനായിട്ടൊന്ന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി അടുത്തൊരു ക്വസ്റ്റ്യനോട് ചെയ്തതാണ് x² - 1/x² എത്ര എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ രണ്ടും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. x + 1/x = 5 ആണ്. അന്നേരം x² + 1/x² എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയാണ് k² - 2 ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ ഷോർട്ട് കട്ട് ആണ് k² - 2. ഓക്കെ, k ആയിട്ട് എടുക്കേണ്ടത് എത്രയാണ്? 5 ആയിരിക്കും. k ആയിട്ട് എടുക്കേണ്ടത് എത്രയാണ്? 5 ആണ്. അപ്പം 5ന്റെ സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 25 - 2 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇനിയാണെങ്കിൽ നമുക്കതെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി x + 1/x = 7 ആയാൽ x² + 1/x² എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഇതിന്റെ ഇക്വേഷൻ എന്താണ്? k² - 2. k എത്രയായിട്ടാണ് എടുക്കേണ്ടത്? ഇവിടെ k 7 ആയിട്ടാണ്. 7ന്റെ സ്ക്വയർ - 2. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 - 2 എത്രയാണ്? 47. ഓക്കെ, അപ്പം x² - 1/x² ആണെങ്കിലോ അത് കണ്ടുപിടിക്കേണ്ടത് k² + 2 ആണ്. ഇത് തന്നെ ചെയ്യാം. x + 1/x = 5 ആണെങ്കിൽ x² - 1/x² എങ്ങനെയാണ്? കേസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 25 + 2 27. ഓക്കെ, 7 ആണ് എടുക്കുന്നതെങ്കിലോ 7ന്റെ സ്ക്വയർ + 2. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 + 2 എത്രയാണ്? 51 ആണ് ആൻസർ ആയിട്ട്. ക്ലിയർ ആയി? നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടെലഗ്രാമിന്റെ ചാനൽ ലിങ്ക് അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാട്സാപ്പിന്റെ ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജിമെയിലിന്റെ ലിങ്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഏതിലൂടെ വേണമെങ്കിലും ഡൗട്ട്, കമന്റിലൂടെ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം.